തൊണ്ടയ്ക്ക് വേദന, ചെവിക്ക് വേദന, പല്ല് വേദന, താരന്, ഇതിനെല്ലാത്തിനും ഈ എണ്ണ പുരട്ടി കുളിച്ചാൽ മതി. ഇതാണ് ഞങ്ങളുടെ എണ്ണ. ഞങ്ങൾ നാച്ചുറൽ, അത് ഈ പറഞ്ഞ പോലെ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചാണ് ചെയ്തത്. കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ല. പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ആർക്കും പുരട്ടാം, പൊടിക്കുഞ്ഞുങ്ങൾക്ക് വരെയും പുരട്ടാം. പൊടിക്കുഞ്ഞുങ്ങൾക്കൊക്കെ പുരട്ടി കഴിഞ്ഞാൽ ഒരു പനി പോലും വരത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. 60 വയസ്സ് കഴിഞ്ഞതാണ്. 60 വയസ്സ് കഴിഞ്ഞതാണ്. ഇപ്പോഴും ഇത്രയും മുടി വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ആർക്കും ഇല്ല. അതുപോലെ നല്ല മുടിയുണ്ട്. നമ്മളത് ശരിക്കും സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും എണ്ണ പുരട്ടി നല്ല സംരക്ഷിക്കുന്നതുകൊണ്ട് ഇതിന് കറുപ്പുമുണ്ട്, നല്ല കളറും ഉണ്ട്, കൊഴിയത്തൊന്നുമില്ല. ഇതിന് മുമ്പ് നമ്മളിങ്ങനെ ശകല എണ്ണ പോലെ പുരട്ടി ഇങ്ങനെ മസാജ് ചെയ്യണം. മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മുടിയുടെ നമ്മുടെ തലയ്ക്ക് രക്തോട്ടം വരും, മുടി പൊഴിച്ചിൽ നിൽക്കും, താരം പോകും. നമുക്ക് തന്നാൽ ഒന്നുമേ ഇല്ല. നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ നോക്കുന്നതും സംരക്ഷിക്കുന്നതും അല്ല. അതുപോലെ വാങ്ങിക്കുന്നവരെല്ലാം ഇതുപോലെ സംരക്ഷിക്കാമെങ്കിൽ അവർക്ക് നല്ലതാണ്. അതിന് പനിയൊന്നും വരത്തില്ല. ഒരു തലവേദനയായിട്ട് പനിയായിട്ട് ഒന്നും ഉണ്ടല്ലേ, ടോൺസസ്, തൊണ്ടവേദന, കഫക്കെട്ട ഇങ്ങനെയൊക്കെ നിൽക്കുന്നവർക്ക് എണ്ണ തലയിൽ പൊത്തി കുളിച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത്രയും വയസ്സായിട്ടും ഈ മുടി ഇതുപോലെ നിൽക്കണമെങ്കിൽ ആ എണ്ണയുടെ ഗുണം അല്ലാതെ വേറൊന്നും നമുക്ക് പറയാനില്ല. നല്ല തിക്കുണ്ട്. പ്രിയപ്പെട്ട ഒരു അജാസൈനതാണ്. ഇന്ന് പ്രേക്ഷകരായ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. താടി മുടി ഇല്ലാത്തവർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, താടിയെ കിളിച്ചു വരാൻ വേണ്ടി നമ്മുടെ ഒരു ചേച്ചി ഇവിടെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകരെ നിങ്ങൾ എത്തിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. പേരെന്താ ചേച്ചി? എന്റെ പേര് ജൈനമ്മ ജോർജ് എന്നാണ് പേര്. എന്റെ വീട് പത്തനംതിട്ടയാണ് സ്വദേശം. പത്തനംതിട്ടയിൽ മൈലപ്ര എന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഞങ്ങളൊരു മുടി വളരുന്ന എണ്ണ, അത് തുമ്മല്, തലവേദന, കഫക്കെട്ട്, മുടി പൊഴിച്ചില്, താരന്, ഇതിനെല്ലാത്തിനും ഏറ്റവും നല്ലതാണ് ഈ എണ്ണ. ഇത് വർഷങ്ങളായതാ. ഞങ്ങൾക്ക് ഇതും പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഈ എണ്ണയുടെ ഈ കൂട്ട്. അപ്പോൾ നമ്മളത് തന്നെത്താനെ കാച്ചി തേച്ചു, മറ്റുള്ളവർക്ക് കൊടുത്തു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതിന് നല്ല ഗുണമേന്മയുണ്ട്. കണ്ണിനൊക്കെ നല്ല കാഴ്ചയായി എണ്ണ പുരട്ടി കുളിച്ച് കഴിഞ്ഞാൽ. പിന്നെ അത് പനി പോലും വരത്തില്ലെന്നുള്ളതാണ്. അതുപോലെ തന്നെ ശരിക്കും മുടിയും വളരും. പിന്നെ ഈ തൊണ്ടയ്ക്ക് വേദന, ചെവിക്ക് വേദന, പല്ല് വേദന, താരന്, ഇതിനെല്ലാത്തിനും ഈ എണ്ണ പുരട്ടി കുളിച്ചാൽ മതി. ഇതാണ് ഞങ്ങളുടെ എണ്ണ. ഇത് വർഷങ്ങളായതാ. 2000 തുടങ്ങിയതാ. 2000 തൊട്ട് തുടങ്ങിയതാണിത്. ഇത് കൊറിയറായിട്ട് വരുന്നതായിട്ടില്ല. നമ്മൾ ഡോർ ടു ഡോർ ഡെലിവറി ആയിട്ടും അതുപോലെ മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കുന്നവ അങ്ങനെ ഇങ്ങനെ നല്ല സെയിലായിട്ട് നടത്തിക്കൊണ്ട് വന്നതാണ്. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് ചെറിയ ഡൗൺ ആയത്. പിന്നെ ഇച്ചിരി ഡൗൺ ആയിട്ട് ഇങ്ങനെ നിൽക്കും. എങ്കിൽ തന്നെയും അന്ന് എടുത്തിട്ടുള്ള ആൾക്കാർ നമ്മുടെ നമ്പറുള്ളത് കൊണ്ട് നമ്മളെ വിളിച്ചിട്ട് അവർ 10 കുപ്പി, 1 കുപ്പി എടുത്തവർ 10 കുപ്പി വീതം എടുക്കും. അങ്ങനെ കൊടുക്കാനായിട്ട് ഇപ്പോഴും ഉണ്ട് നമ്മുടെ സാധനമുണ്ട്. കേരളത്തിന് പുറത്തുണ്ടോ? കേരളത്തിന് പുറത്തോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ. ഇതിനകത്തില് ചേർന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിന്റെ പുറത്ത് തന്നെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ചേർന്ന സാധനങ്ങളെല്ലാം ഇതിനകത്ത് അടിച്ചിട്ടുണ്ട്. അത് കഴിക്കുന്ന വേപ്പല, കയ്യോന്നി, പിന്നെ ഇത് അങ്ങാടിയൊക്കെയാണ്. അങ്ങാടി മരുന്ന്. ഇങ്ങനെ ഒന്നുമില്ല. ഒരു കെമിക്കലും ഒന്നും ചേർത്തിട്ടുള്ളതല്ല. ഇത് എപ്പോ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കും. ഒരു ബോട്ടിൽ 240 രൂപയാണ്. ഒരു ബോട്ടിൽ 240. അതെ. എത്ര മില്ലി ഉണ്ട്? ഇത് 100 ml. ഫോട്ടോ എന്റെ തന്നെയാണ്. തലമുടി എനിക്ക് അതുപോലെ ഉണ്ട്. തലമുടി ഉണ്ട്. ഒരു മുടി നരച്ചിട്ടൊന്നും നരയൊന്നും പോലും പൊഴിയത്തില്ല. പക്ഷെ നമ്മൾ അതിനെ എണ്ണ പുരട്ടി ശരിക്കും മസാജ് ചെയ്യണം. മസാജ് ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഗുണഗണങ്ങളെല്ലാം നമുക്ക് കയറി വരുന്നത്. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത്. ഇത് എപ്പോഴൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്? കുളിക്കുന്നതിന് മുമ്പാണ് ഞാൻ പുരട്ടുന്നത്. അല്പമേ വരത്തില്ല. ഒരു തലവേദനയായിട്ട് പനിയായിട്ട് ഒന്നുമേ വരത്തില്ല. ഇത് തേച്ച് കഴിഞ്ഞാൽ വരത്തില്ല. ഒത്തിരി ഗുണഗണങ്ങളുള്ളതാ. ഒത്തിരി ഗുണഗണങ്ങൾ. മുടി വളരെ തന്നെയല്ല, പനിയൊന്നും വരത്തേയില്ല. ചിലർക്കുണ്ടല്ലേ ടോൺസസ്, തൊണ്ടവേദന, കഫക്കെട്ട ഇങ്ങനെയൊക്കെ നിൽക്കുന്നവർക്ക് തലയിൽ പൊത്തി ഒരു നേരം കുളിച്ചാൽ മതി. തലയെ പുരട്ടി കഴിയുമ്പോൾ ഉണ്ടല്ലോ കഫം അങ്ങ് നമുക്ക് എടുത്ത് കറക്കിച്ച് തുപ്പാൻ പറ്റും. കഫം അങ്ങനെ അങ്ങ് പോകാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഗുണം. ഉച്ചി പുരട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലയിൽ കെട്ടിയിരിക്കുന്ന കഫം എല്ലാം പുറത്തു പോകും. അപ്പൊ നമുക്ക് പനിയോ ഒന്നും ഉണ്ടാകത്തില്ല. എല്ലാ ഔഷധങ്ങളും ഇട്ടാ നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് മരുന്നുകളുണ്ട്. ഇരട്ടിമധുരം അത് ഇതെല്ലാം ഉണ്ട്. അതൊക്കെ ഇട്ടതുകൊണ്ടാണ് ഈ കഫം പോകുന്നത്. ചേച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പോ ഞാൻ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരിയായിരുന്നു. അവിടെ നിന്ന് പെൻഷൻ ആയതാ. പെൻഷൻ ആയി കഴിഞ്ഞപ്പോ ഏതായാലും 60 വയസ്സ് കൂട്ടിക്കോ. 60 വയസ്സായി പെൻഷൻ ആയതാ. പിന്നെ ഇപ്പൊ ഞാനിപ്പം ഇത് ചിലപ്പോ സൂക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില. അതുപോലെ അങ്ങ് മുടിയാണ്. കെട്ടിവെക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇപ്പോഴും ഒരു മുടി പോലും പൊഴിയുന്നില്ലെന്നുള്ളതാ. അത് നമ്മൾ എണ്ണ തേക്കുന്നതുകൊണ്ട് മാത്രമാണ്. യാതൊരു കെമിക്കലോ മറ്റു കാര്യങ്ങളോ എണ്ണക്കകത്ത് വിശ്വസിക്കാം. ഒന്നും ചെയ്യത്തില്ല എണ്ണക്കകത്ത്. വേപ്പല, ഇതാണ് വേപ്പല. ഇതിങ്ങനത്തെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കറ്റാർവാഴപ്പോള എല്ലാം അതിൻ്റെതായ കണക്കിന് വെച്ച് ചെയ്തെങ്കിൽ മാത്രമേ ശരിയാകത്തുള്ളൂ. കറ്റാർവാഴപ്പോളൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ മുടി പൊട്ടും. നമ്മുടെ ഒന്നും നമ്മുടെ കണക്കിനെ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ അങ്ങാടിയും അതുപോലെ തന്നെ ഇട്ടാണ് നമ്മൾ അരിഞ്ഞിട്ടിട്ടാണ് നമ്മളിതെല്ലാം കൂടെ ചെയ്യുന്നത്.
ഇത് മുടി ഇല്ലാത്തവർക്ക് മുടി കിളിക്കൂ. മുടി കഷണ്ടിക്കൊക്കെ കൊടുത്ത പലർക്ക് പിന്നെ പാലക്കാട് ഒരു പുള്ളിക്കാരൻ ശരിക്കും മുടി കൊടുത്തിട്ടുണ്ട് ശരിക്കും. പുള്ളി തന്നെ അവിടെ പാലക്കാട് എല്ലാം വേണ്ട ഇല്ല ഇപ്പൊ വിൽക്കും. ഇപ്പൊ പുള്ളി താടി വളർത്തി നടക്കുക, മുടി താടി എല്ലാം വളർത്തി നടക്കുക. ഇതുപോലെ മുടിയാ ചെറുപ്പക്കാർക്കും പിന്നെ എല്ലാവർക്കും കിളിക്കും. മസാജ് ചെയ്യണം. എത്ര വയസ്സ് വല്ലോണ്ട് കിളിക്കണോ? അങ്ങനെയൊന്നുമില്ല. പനിയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ പനിയൊക്കെ വരത്തില്ലയോ, അന്നേരം അത് ശകലം തലയെ പുരട്ടിയാൽ മതി, കൊച്ചിന് പനി വരത്തില്ല. പിന്നെ മുടി പൊഴിച്ചില്ലേ താരന ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഇത് നല്ലപോലെ പുരട്ടി മസാജ് ചെയ്യണം. ഇങ്ങനെ പുരട്ടിയതിന് ശേഷം കരിച്ചിരി എണ്ണ എടുത്തതിന് ശേഷം ഇങ്ങനെ നല്ലപോലെ തൂത്തിട്ട് നല്ലപോലെ തലയെ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യണം. മസാജ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മുടിയെ പിടിക്കും, ഓട്ടിയേലും പിടിക്കും. പിന്നെ പനിയൊക്കെ മാറാതെ ഉച്ചി പൊത്തണം. ഇച്ചിരി മതി, അല്പാൽപ്പം മതി, ശകലം മതി. അങ്ങനെ ചെയ്ത് വെച്ചാൽ മുടിയും വളരും. പറഞ്ഞില്ല, മുടി വളരുന്നതിനൊപ്പം തന്നെ നമുക്ക് അസുഖങ്ങളും മാറിക്കിട്ടും. കാരണം കണ്ണിനൊക്കെ നല്ല കാഴ്ച, തലച്ചോറൊക്കെ നല്ല സൂപ്പർ ആകും. ബ്രെയിൻ വർക്കൗട്ട് ഒക്കെ ശരിക്കും വർക്കൗട്ട് ആകും. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. വിരുമ്മിയൊക്കെ ഇത് ചേർത്തിട്ടുള്ളതാണ്. പിന്നെ പരീക്ഷ എഴുതുന്നവർക്കൊക്കെ എല്ലാ ഐറ്റത്തിന്റെയും പേര് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാ ഐറ്റത്തിന്റെയും പേര് പറയാത്തത്.